ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെനിത്തൽ പോളാർ നോമോണിക് പ്രൊജക്ഷനാണ്. അതിന് മുമ്പ് എന്താണ് പ്രൊജക്ഷൻ എന്ന് നോക്കാം. മാപ്പ് പ്രൊജക്ഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് പാരലൽസ് ഓഫ് latitude and meridians of longitude of the spherical surface of the earth on a plane surface. സ്പിയർ ആയിട്ടിരിക്കുന്ന എർത്തിലുള്ള ലാറ്റിറ്റ്യൂഡ്സിനെയും ലോഞ്ചിറ്റ്യൂഡ്സിനെയും ഒരു പ്ലെയിൻ സർഫസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് റെപ്രസെൻറ്റേഷൻ മെത്തേഡാണ് മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. 3D ആയിരിക്കുന്ന എർത്തിനെ 2D ഫോമാറ്റിലോട്ടുള്ള മാറ്റുന്ന ഒരു മാപ്പിലോട്ട് മാറ്റുന്ന സിസ്റ്റമാറ്റിക് റെപ്രസെൻറ്റേഷൻ മെത്തേഡാണ് മാപ്പ് പ്രൊജക്ഷൻ. ഈ മാപ്പ് പ്രൊജക്ഷനെ തന്നെ നമ്മൾ പല രീതിയിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഡെവലപ്പ് ചെയ്യുന്ന സർഫസിനെ വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷനുണ്ട്, കോണിക്കൽ പ്രൊജക്ഷനുണ്ട്, സെനിത്തൽ അല്ലെങ്കിൽ അസിമുത്തൽ പ്രൊജക്ഷനുണ്ട്. സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ നമ്മളൊരു സിലിണ്ടറിൻ്റെ രൂപത്തിൽ പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് ഒന്നേ ഗ്ലോബിനകത്തോ അല്ലെങ്കിൽ ഗ്ലോബിന് പുറത്തോ വെച്ച് വരയ്ക്കുന്നതാണ് സിലിണ്ട്രിക്കൽ മാപ്പ് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ സിമ്പിൾ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷനുണ്ട്, സിലിണ്ട്രിക്കൽ ഈക്വൽ ഏരിയ ഉണ്ട്, മെർക്കാറ്റർ പ്രൊജക്ഷനൊക്കെ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ ഒരു എക്സാമ്പിളാണ്. ഇനി കോണിക്കൽ പ്രൊജക്ഷൻ ആണെങ്കിലോ നമ്മൾ പേപ്പർ ഫോൾഡ് ചെയ്യുന്നത് കോണിൻ്റെ രൂപത്തിലായിരിക്കും. അത് നമ്മൾ നോർത്ത് പോളിലോ സൗത്ത് പോളിലോ ഒക്കെ വെച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതിന് എക്സാമ്പിൾ ബോൺസ് പ്രൊജക്ഷനുണ്ട്, പോളികോണിക്കുണ്ട്, ഇൻ്റർനാഷണൽ പ്രൊജക്ഷനുണ്ട്. ദെൻ നമുക്ക് ലാസ്റ്റ് സെനിത്തൽ പ്രൊജക്ഷൻ അല്ലെങ്കിൽ അസിമുത്തൽ പ്രൊജക്ഷൻ. അസിമുത്തൽ പ്രൊജക്ഷൻ നമ്മളൊരു പ്ലെയിൻ സർഫസിലാണ് വരയ്ക്കുന്നത്. സെനിത്തൽ മാപ്പ് പ്രൊജക്ഷൻസിൽ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സെനിത്തൽ ഈക്വൽ ഏരിയ ഉണ്ട്, സെനിത്തൽ ഇക്വ ഡിസ്റ്റൻസ് ഉണ്ട്. ഇതിന് പുറമെ കൺവെൻഷണൽ മാപ്പ് പ്രൊജക്ഷൻസ് ഉണ്ട്. അതായത് സിനുസോയിഡൽ, മോൾവീഡ്, നമ്മളത് കുറച്ച് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് വരയ്ക്കുന്നതാണ് സിനുസോയിഡൽ, മോൾവീഡ് പ്രൊജക്ഷനൊക്കെ. ദെൻ അടുത്തത് നമുക്ക് ലൈറ്റ് സോഴ്സിനെ വെച്ചിട്ടാണ്. ലൈറ്റ് സോഴ്സിനെ വെച്ചിട്ട് നമ്മൾ നോമോണിക് പ്രൊജക്ഷൻ ഉണ്ട്. നോമോണിക് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റിൻ്റെ സോഴ്സ് സെൻറ്റർ ഓഫ് ദ ഗ്ലോബ് ആയിരിക്കും. സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ ഉണ്ട്. സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ നമ്മൾ എടുക്കുന്ന ടാൻജൻറ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ലൈറ്റിൻ്റെ സോഴ്സ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുണ്ട്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിലായിരിക്കും. പിന്നെ അത് മാത്രമല്ല മറ്റും നമ്മുടെ ബോർഡ് ഓഫ് ഡെവലപ്മെൻറ്റിന് വെച്ചിട്ട് നമുക്ക് 2 ടൈപ്പ് പ്രൊജക്ഷൻസ് ആണുള്ളത്. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനും നോൺ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനും. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെൻട്രൽ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻസ്. അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു സോളിഡ് ഒബ്ജക്റ്റിനെ നമ്മൾ ഫ്ലാറ്റ് സർഫസിലോട്ട് മാറ്റുമ്പോൾ ആ സോളിഡ് ഒബ്ജക്റ്റിലുള്ള ഡിസ്റ്റൻസും സൈസും ഒക്കെ അതുപോലെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരയ്ക്കുന്ന പ്രൊജക്ഷൻസാണ് പെർസ്പെക്റ്റീവ് മാപ്പ് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. കറക്റ്റ് ജോമെട്രിക്കലി ഒരു പോയിന്റിൽ നിന്നൊരു ഫിക്സഡ് പോയിന്റിൽ നിന്നാണ് നമ്മളത് പെർസ്പെക്റ്റീവ് മാപ്പ് പ്രൊജക്ഷൻസ് വരയ്ക്കുന്നത്. ഇനി പെർസ്പെക്റ്റീവ് മാപ്പ് പ്രൊജക്ഷൻസിൻ്റെ മോഡിഫൈ ചെയ്തെടുക്കുന്ന പ്രൊജക്ഷൻസാണ് നോൺ പെർസ്പെക്റ്റീവ് മാപ്പ് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ജോമെട്രിക്കൽ പ്രൊജക്ഷൻസ് ഒന്നും അല്ല, മോഡിഫൈഡ് പ്രൊജക്ഷൻസാണ് നോൺ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെനിത്തൽ പോളാർ നോമോണിക് പ്രൊജക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതുകയാണ്. കൺസ്ട്രക്ട് സെനിത്തൽ polar nomonic projection for the southern hemisphere on a scale of 1:250 million and projection interval 10 degree. ഇനി നമുക്കറിയാം, നമ്മൾ ഏതൊരു പ്രൊജക്ഷൻസ് എടുത്താലും നമുക്കത് ചെയ്യണമെങ്കിൽ റെഡ്യൂസ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് 6 കണ്ടുപിടിക്കണം. നമുക്ക് ആക്ച്വൽ റേഡിയസ് ഓഫ് ദ എർത്ത് അറിയാം. ആക്ച്വൽ റേഡിയസ് ഓഫ് ദ എർത്ത് നമുക്ക് 2 രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. സെൻറ്റിമീറ്ററിലും നമ്മൾ ഇഞ്ചിലും പറയുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിലാണെങ്കിൽ അത് 250 മില്യൺ ആണ്. സെൻറ്റിമീറ്ററിൽ പറയുന്നത് 640 മില്യൺ ആണ്. സെൻറ്റിമീറ്ററാണ്, അത് നമ്മൾ ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കണം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്താണെന്ന്. ഇപ്പോൾ വാല്യൂ നമുക്ക് ഇഞ്ചിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആണെങ്കിൽ നമുക്ക് ഇഞ്ച് എടുക്കാം, സെൻറ്റിമീറ്ററിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആണെങ്കിൽ നമുക്ക് സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലേ 250 മില്യൺ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇഞ്ചിലാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ നമ്മൾ റെഡ്യൂസ്ഡ് റേഡിയസ് ഓഫ് ദ എർത്ത് ആദ്യം കണ്ടുപിടിക്കുന്നു. റേഡിയസ്ഡ് റേഡിയസ് ഓഫ് ദ എർത്ത്. റേഡിയസ്ഡ് റേഡിയസ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത് ആക്ച്വൽ റേഡിയസ് ഓഫ് എർത്ത് ബൈ സ്കെയിലാണ്. ആക്ച്വൽ റേഡിയസ് ഓഫ് ദ എർത്ത് ബൈ സ്കെയിലാണ് റെഡ്യൂസ്ഡ് റേഡിയസ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത്. അപ്പം 250 മില്യൺ ബൈ 250 മില്യൺ ആൻസർ എത്ര കിട്ടും? 1 ഇഞ്ച് എന്ന് കിട്ടും. 1 ഇഞ്ച് എന്ന് നമുക്കപ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോമോണിക് പ്രൊജക്ഷൻസ് വരയ്ക്കുക എന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 1 ഇഞ്ച് റേഡിയസ് എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക.
1 ഇഞ്ച് ഇപ്പുറത്താണ് നോക്കേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് എടുക്കുക, ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചു. ഈ സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഡയമീറ്റർ വരയ്ക്കുക. ഓക്കെ, ഡയമീറ്റർ വരച്ചു. ഡയമീറ്റർ വരച്ചതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? പ്രൊജക്ഷൻ ഇൻ്റർവെൽ തന്നിട്ടുണ്ട്, 10 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്, അത് ഏത് ഹെമിസ്ഫിയർ എന്ന് തന്നിട്ടുണ്ട്? സദേൺ ഹെമിസ്ഫിയർ. നമുക്കറിയാം ഇതാണ് നോർത്തേൺ ഹെമിസ്ഫിയർ, ഇതാണ് സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ നമ്മൾ സദേൺ ഹെമിസ്ഫിയറിൽ 10 ഡിഗ്രി ഇൻ്റർവെൽ വെച്ചിട്ട് 90 വരെ മാർക്ക് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ഇതിൻ്റെ സെൻട്രൽ പോയിൻ്റ് എടുക്കുക, വെച്ചിട്ട് പ്രൊട്രാക്ടർ വെച്ചു. 10 ഡിഗ്രി, 20, 30, 40, 50, 60, 70, 80, 90 മാർക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അതിനകത്ത് മാത്രം നിൽക്കുന്ന രീതിയിൽ, ആ സർക്കിളിനകത്ത് നിൽക്കുന്ന മാത്രം രീതിയിൽ നമ്മളതിനെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് ചെയ്യേണ്ടത്, ഈ താഴത്തെ 90 ഡിഗ്രി ഉണ്ടല്ലോ, 90 ഡിഗ്രിക്ക് പാരലലായിട്ടൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്. 90 ഡിഗ്രിക്ക് പാരലലായിട്ടൊരു ടാൻജൻറ്റ് വരയ്ക്കുക. ഇനി നേരത്തെ പറഞ്ഞു, സെനിതൽ പോളാർ നോമോണിക് പ്രൊജക്ഷൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഈ സെൻട്രൽ പാർട്ടിലായിരിക്കും, ഈ എർത്തിൻ്റെ സെൻട്രൽ പോർഷനിലായിരിക്കും ആ ലൈറ്റ് സോഴ്സ് വയ്ക്കുന്നത്. അപ്പോൾ സെൻട്രൽ പോർഷനിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന രീതിക്ക് നമ്മൾ ആ ലൈറ്റ് സോഴ്സ് വരയ്ക്കണം. അപ്പം സെനിതൽ പോളാർ നമ്മൾ വരയ്ക്കുന്നത്, ഇത് ഓൾറെഡി ഈ ടാൻജൻറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്, സോ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഈ ടാൻജൻറ്റിൽ തട്ടുന്ന രീതിക്ക് അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. കറക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇച്ചിരി വേരിയേഷൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ
ഇപ്പോൾ വലിയ സ്കെയിലുണ്ടെങ്കിൽ വലിയ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കാൻ നോക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വേരിയേഷൻസ് വരാം. അപ്പോൾ ഇത്രയും ലെങ്ത് ഉണ്ട്, അപ്പോൾ ഇത്രയും ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് അതിന് നമ്മൾ പേര് കൊടുക്കുക ഓ. ഞാനിവിടെ സദേൺ ഹെമിസ്ഫിയർ ഉണ്ട്, ഇവിടെ എസ് എന്ന് കൊടുക്കുന്നു. എ ബി സി ഡി ഇ എഫ് ജി എച്ച്. അപ്പം നിങ്ങൾക്ക് പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം, സ്മോൾ ലെറ്ററോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പം ഞാനിങ്ങനെ 0 സെൻറ്ററിന് കൊടുത്തു, സദേൺ ഹെമിസ്ഫിയറിനെസും ബാക്കിയുള്ള സ്ട്രോക്സിന് എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയും കണ്ടല്ലോ. അപ്പോൾ ഇത്രയും ആയപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെനിത്തൽ പോളാർ നോമോണിക് പ്രൊജക്ഷൻ വരയ്ക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് വരയ്ക്കുന്നത്, അപ്പോൾ നമുക്ക് കുറേ വാല്യൂസ് കിട്ടിയല്ലേ, എസ് എ എസ് ബി എസ് സി എസ് ഡി എസ് ഇ എസ് എഫ് എസ് ജി എസ് എച്ച്. അത് ആദ്യം നമ്മൾ ചെയ്യേണ്ട എസ് എയുടെ ഡിസ്റ്റൻസ് എടുക്കാം. പേപ്പർ എടുത്ത് ഒരു പോയിന്റ് വയ്ക്കുക, വരയ്ക്കുക. ദെൻ എസ് ബി, സെയിം സെൻറ്റർ പോയിന്റിൽ കൊടുക്കുക. വരയ്ക്കുക. ദെൻ എസ് സി, then SD, SC, SF, SD, അപ്പോൾ SH കുറച്ച് വൈഡായിട്ട് വരയ്ക്കണം. അപ്പോൾ ഞാൻ SH അങ്ങ് വിടുകയാണ്. അപ്പോൾ ഞാൻ ഇത്ര എടുത്തുള്ളൂ. SH ഞാൻ ഇച്ചിരി ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. അപ്പോൾ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിപ്പോൾ SH എടുക്കുന്നില്ല. എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇച്ചിരി കമ്പസ് അത്രത്തോളം പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ SG വരെ വരച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇത്രയും ഒരു സ്റ്റെപ്പ് നമുക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ. ആദ്യം ഒരു ഡയമീറ്റർ വരയ്ക്കുക. ദെൻ പ്രൊട്രാക്ടർ വയ്ക്കുക. 90, 80, 70, 60, 50, 40, 30, 20, 10 എല്ലാ വശത്തോട്ടും മാർക്ക് ചെയ്യണം കേട്ടോ. 10 ഡിഗ്രി ഇൻ്റർവെൽ എല്ലാ വശത്തോട്ടും എടുക്കണം. സെയിം ഓപ്പോസിറ്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അത് ജോയിൻ ചെയ്യിക്കണം.
എൻ്റെ ഏറ്റവും ചെറിയ സർക്കിൾ അത്ര ആക്യുറേറ്റ് അല്ല, ഏറ്റവും അകത്തുള്ളത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കണം. ഇതുപോലെ എല്ലാ പോയിൻറ്റ്സും ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്തു. കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് നമ്മുടെ സെൻട്രൽ പോർഷനിൽ നിന്ന് പുറത്തോട്ട് വരും തോറും ലാറ്റിറ്റ്യൂഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിയാണ് വരുന്നത്. മെറിഡിയൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഈക്വലാണ്. പക്ഷേ നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെൻട്രൽ പോയിന്റിൽ നിന്ന് പുറമോട്ട് പോകും തോറും വൈഡായാണ് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് പിന്നെ നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡ്സും മാർക്ക് ചെയ്യണം. അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സ് മാർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് പോളല്ലേ, അപ്പോൾ 90 ഡിഗ്രിയാണ്. നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് മാർക്ക് ചെയ്യുന്നു. ഇത് 90 ഡിഗ്രിയാണ്. ഇവിടെ പ്രത്യേകിച്ച് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതായത് 80 ഡിഗ്രി, 70 ഡിഗ്രി, 60 ഡിഗ്രി, 50 ഡിഗ്രി, 40 ഡിഗ്രി, ദെൻ 30 ഡിഗ്രി, ഇത് 20 ഡിഗ്രി. 10 ഡിഗ്രി നമുക്കുണ്ട് ആക്ച്വലി, പക്ഷെ നമുക്കത് വലുതായത് കാരണം വരയ്ക്കാൻ പറ്റാത്തതാണ്. ഇത് നമ്മളിപ്പോൾ ലാറ്റിറ്റ്യൂഡ് അത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സ് മാർക്ക് ചെയ്യുക. അതേതെങ്കിലും ഒരു പോർഷൻ തുടങ്ങാം. നമുക്ക് താഴെ തുടങ്ങാം. ഇത് 0 ഡിഗ്രി, ദെൻ 10 ഡിഗ്രി, 20 ഡിഗ്രി, 30 degree, 40 degree, 50 degree, 60 degree, 70, 80, 90, 100, 110, 120, 30, 140, 150, 160, 170, 180 degree. Then same ഇപ്പുറത്തെ വശത്തും 10 degree, 20 degree, 30 degree, 40 degree, 50 degree, 60 degree, 70 degree, 80 degree, 90 degree, 100 degree, 110, 120, 130. അതുപോലെ എല്ലാം മാർക്ക് ചെയ്യുക കേട്ടോ. എല്ലാ വശത്തും നമ്മൾ മാർക്ക് ചെയ്യുക, ഡിഗ്രി മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കെയിൽ എത്രയാണെന്ന് വെച്ചാൽ എടുത്തെഴുതുക, ഏതാണ് ആ പ്രൊജക്ഷൻ എന്ന് എടുത്തെഴുതുക. അപ്പോൾ ഇതാണ് സെനിത്തൽ പോളാർ നോമോണിക് പ്രൊജക്ഷൻ. ആ പ്രൊജക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ പാരലൽസ് എന്ന് പറയുന്നത് കോൺസെൻട്രിക് സർക്കിൾസ് ആണ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് മെറിഡിയൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് ലൈൻസ് ആയിട്ടാണ്, സ്ട്രൈറ്റ് ലൈൻസ് ആയിട്ട് റേഡിയേറ്റിംഗ് ഫ്രം ദ സെൻറ്ററിൽ നിന്ന് റേഡിയേറ്റ് ചെയ്ത് പോകുന്ന സ്ട്രൈറ്റ് ലൈൻസ് ആണ് പോയിരിക്കുന്നത്. ഇനി കോൺസെൻട്രിക്, ഇത് പ്രധാനമായിട്ടും ഇത് നമ്മൾ പോളാർ റീജിയൻസിൽ സ്മോൾ റീജിയൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെനിത്തൽ പോളാർ നോമോണിക് പ്രൊജക്ഷൻസ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ആർട്ടിക് റീജിയൻസിൽ എയർ നാവിഗേഷൻ ചാർട്ട്സ് പ്രിപ്പയർ ചെയ്യാനും സെനിത്തൽ പോളാർ നോമോണിക് പ്രൊജക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.